ഈശ്വര, നല്ലൊരു കണി കാണിക്കണേ, ഉഗ്ര കണി കാണിക്കണേ. ഇന്ന് നല്ല അടിപൊളി ഒരു കണിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ABO ഡിസയർ എപ്പിസോഡ് 14ന്റെ സംഭവബഹുലമായ റിവ്യൂ സെക്ഷനിലേക്ക് ഞാൻ അങ്ങനെ കാലെടുത്ത് നോക്കുകയാണ്. എപ്പിസോഡ് തുടങ്ങിയപ്പോഴേ ഞാൻ ഓർത്തു എനിക്ക് ആ ഡോക്ടറിന്റെ പപ്പും പൂടയും പറിച്ചെടുത്ത് അതിനെ എണ്ണയിലിട്ട് പോയിക്കുമെന്ന്. എനിക്ക് ഡോക്ടറിനോട് ചോദിക്കാനുള്ളത്, എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾക്ക് ഒരു 10-20 ഓപ്പറേഷൻ ചെയ്തൊരു 4-5 വരെ കൊല്ലാനുള്ളതല്ലേ, അതിന് മുന്നേ ഈ പ്രാന്ത കുഞ്ഞാറാന്റെ കൈ കൊണ്ട് ചാവണ, വേറൊന്നും പറയാൻ കിട്ടിയില്ലേ? ഇവിടെ ഒമേഗ എന്ന് പറഞ്ഞൊരു വേർഡ് യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ എനിഗ്മ അവൻ പോലും അറിയാതെ ഒരു നാഗവല്ലിയായി മാറുന്നുണ്ട്. நீ என்ன இங்கிருந்து எங்கேயும் போக விட மாட்ட. ஐயோ நாய, உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. ചെല്ലക്ലീമോളെ ഗംഗ നീ അടങ്ങ് എന്നും പറഞ്ഞ് ശെങ്ങ പിടിച്ച് മാറ്റിയില്ലായിരുന്നെങ്കിൽ ആ ഡോക്ടറിന്റെ ചിരിച്ചോണ്ടുള്ള പടം നമ്മളിപ്പോ ഭിത്തിയിൽ കണ്ടേനെ. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പൊന്നു ഡോക്ടർ, ഇനി അവിടെ കിടന്ന് വളവള പറഞ്ഞ് കൊളവാക്കാണ്ട് അവരെ എണീപ്പിച്ച് വിടുന്നതായിരിക്കും തന്റെ ആരോഗ്യത്തിന് നല്ലത്. എനിക്ക് അത്രേ പറയാനുള്ളൂ. ക്യാമകന്മാര് രണ്ടുപേരും കൂടെ കൊച്ചു വർത്താനം പറഞ്ഞ് നടക്കുമല്ലേ? നിനക്ക് ഒന്നടാ എന്റെ കയ്യിലൊന്ന് പിടിച്ചാൽ എത്ര കുഴപ്പം? ഇറങ്ങിയിട്ടൊരു ചോദ്യമുണ്ട്, ഡോക്ടർ പറഞ്ഞത് ഓർമ്മയുണ്ടോന്ന്. അപ്പൊ ഒരുത്തൻ ചാടി കയറിയിട്ട് ഞാൻ ഒമേഗനോട് പോണെന്നല്ലേന്ന്. അത് മാത്രം ഓർക്കാവുള്ളൂ കേട്ടോ, വേറൊന്നും ഓർക്കാൻ പാടില്ല. ഒരു മനുഷ്യൻ കാര്യമായ ഒരു പണി ചെയ്യുമ്പോൾ അവനെ മറ്റൊരു പണി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത് എന്തൊരു കഷ്ടമാണ്. പിന്നെ ഒരു പണിക്കിറങ്ങുമ്പോൾ ആവശ്യമായ സാധനങ്ങളെല്ലാം മേടിച്ചു വെച്ചിട്ട് വേണം ആ ഒരു പരിപാടിക്ക് ഇറങ്ങാൻ. ഓക്കെ, ആൽഫയുടെ ചെവിയിൽ വേദം ഓതിയിട്ട് കാര്യമില്ലെന്ന് പണ്ടത്തെ പൂർവികർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, അറിയാത്ത ആൽഫ ചൊറിയുമ്പോൾ അറിയും. ഇവനെ കാണുമ്പോ എനിക്ക് ഓർമ്മ വരുന്നൊരു ഡയലോഗാണ്, ഇങ്ങനെ തിന്നു തൂറി നേരം കളയാതെ പറമ്പിലോട്ട് പോയിട്ട് 4 തെങ്ങിന് തറയെടുത്തുകൂടെ? എങ്ങനെയാ എന്റെ പൊന്നുമോനെ നീ ഇത്രയും പൈസയൊക്കെ കടാക്കി വെക്കുന്നേ? ചുമ്മാ നീ ആറ്റിക്കൊണ്ട് ഒഴുക്കി കളഞ്ഞപ്പോൾ ഇത്രയും പൈസ പോത്തില്ലോ. നീ ഇതാണോ 3 നേരം തിന്നുന്നത്? എന്റെ ഒരു സംശയമാണ്. അവനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസം ഒരു ഷെഫിന്റെ അടുത്ത് പോയി കുക്കിംഗ് പഠിച്ചു പോലും. ക്രിഞ്ച്. എനിക്ക് ചെക്കനില്ലാത്തോണ്ടൊന്നും അല്ല, എന്നാലും നിങ്ങൾ എന്തരീ കാണിക്കണേ? ഞാനും കേരള ടുഡേയുടെ റിപ്പോർട്ടർ അല്ലേ? എന്റെ റിപ്പോർട്ടിനൊന്നും ഇവിടെ ഒരു വിലയല്ലേ? മിക്ക ചൈനീസ് ഡ്രാമകളിലും നാണമില്ലാത്ത ഒരു സാധനം ഉണ്ടാവാറുണ്ട്. ഈ ഡ്രാമയിൽ അത് ഇല്ലല്ലോ എന്ന് വിചാരിച്ചു നിൽക്കുമ്പോൾ ഇവൻ അവിടെ പിറവി കൊണ്ടു. സന്തോഷമായി പോനെ. ഇവൻ ആളൊരു വെടിപ്പല്ലാത്തത് കൊണ്ട് ഞാൻ ഇവനെ വെറുതെ വിട്ടു. അല്ലെ ഞാൻ എന്റെ സെക്രട്ടറിക്ക് വേണ്ടി ഇവനൊന്ന് ആലോചിച്ചേനെ. സാരില്ല, നിനക്ക് വേറെ ആളെ കിട്ടും പോനെ, ഞാനല്ലേ ഇവിടെ ഉള്ളേ. 37 മില്യൺ, അതായത് 37 മില്യൺ എന്നൊക്കെ പറയുമ്പോൾ ഒരു 37 രൂപ പോയാല് ആ പൈസക്ക് ഒരു ചായ പപ്സും മേടിച്ച് തിന്നാലോ എന്നോർത്ത് റിഗ്രറ്റ് അടിച്ചടക്കുന്ന നമ്മളെ പോലുള്ളവരൊക്കെ ആളായി. കാശിന്റെ അഹങ്കാരം അല്ലാണ്ട് എന്താ പറയാ? കേട്ട പാതി കേൾക്കാത്ത പാതി അതെടുത്ത് കൊടുക്കാൻ ഒരു ചേട്ടനും. ഇതിവന്റെ എത്രാമത്തെ കള്ളസത്യമാടേ? അല്ല, അതെന്ത് ടോക്കാട്ടോക്കിയേ? കാര്യം കഴിഞ്ഞപ്പോ എന്റെ ചെക്കൻ കറിവേപ്പിലയോ? കൊള്ളാം. അങ്ങനെ അമ്മായിയപ്പനും മരുമകനും കണ്ടുമുട്ടുന്ന അസുലഭ നിമിഷമാണ് സുഹൃത്തുക്കളെ നമ്മളിപ്പോ കാണാൻ പോകുന്നത്. നീ ഏതാണ് തുറപ്പ എന്റെ മോന്റെ കൂടെ എന്നാലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കുന്ന ആ മാമന്റെ മുമ്പിൽ ഞാനും ഇങ്ങടെ മോനും തമ്മിൽ ഡേറ്റിംഗിലാണെന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തമായി പരിചയപ്പെടുന്ന നമ്മുടെ എനിഗ്മ. ഇത് പറഞ്ഞു കഴിയുമ്പോൾ പുള്ളിക്ക് എക്സ്പ്രഷൻ ഉണ്ട്. ഡേറ്റിംഗ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട് കുറെ എണ്ണത്തിന് ഇവന്റെ കൂടെ. എത്ര നാൾ പോകും എന്ന് നമുക്ക് നോക്കാന്ന്. അല്ല, മോനെ പറഞ്ഞിട്ടും കാര്യമില്ല, അപ്പനെ കണ്ടാണല്ലോ മോൻ പഠിക്കുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാശ് മേടിച്ചിട്ട് പോയ തലതെറിച്ചവൻ ഇങ്ങേരുടെ വേറെ ഡിംഗിൾ ഫീലുള്ള കുട്ടിയാണ്. അപ്പോ മോനെ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ അവസരത്തിൽ ഉപയോഗിക്കാൻ പറ്റിയൊരു ഡയലോഗ് ഉണ്ട്. അഴുക്കച്ചെറുക്കൻ തന്തേക്കാൾ മോശം. തന്ത ഭയങ്കര കുഴപ്പമായിരുന്നു. ഈ സീരീസിൽ എനിക്ക് ആരെ ആൽഫയായിട്ട് എനിഗ്മയായിട്ട് ഒമേഗയായിട്ട് ഒന്നും തോന്നിയിട്ടില്ലെങ്കിലും ഈ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ എനിക്കൊരു എനിഗ്മ ഫീൽ അടിച്ചു. ഇതെന്താണെന്ന് എനിക്കറിയത്തില്ല, എനിഗ്മയെന്ന് തോന്നുന്നു. പക്ഷെ ഇതിനെ കണ്ടപ്പോൾ എനിക്ക് വാവ്, ഇത് എനിഗ്മയായി കലക്കും എന്ന് എനിക്കൊരു ഫീൽ അടിച്ച്. കൊച്ചുങ്ങളുടെ എല്ലാം ഫോട്ടോ കാണിച്ച് കൺവിൻസ് ചെയ്യാനുള്ള പരിപാടിയാണ്. നടക്കട്ടെ. അങ്ങനെ അമ്മായിയപ്പന്റെ അപ്രൂവലും കിട്ടി. അമ്മായിയപ്പൻ കൊച്ചിനെ ആലോചിച്ച് നിൽക്കാൻ തുടങ്ങി. ഇവിടെയാണ് എന്നെ ഞെട്ടിച്ച അടുത്ത കാര്യം. മുട്ടത്തോട് തലേന്ന് മറത്ത പ്രായത്തിലെ അവൻ അവിടെ അവന്റെ കൊച്ചിന് പേരടക്കം ഇട്ടു. ഈ ഞാനൊക്കെ ആ പ്രായത്തിൽ മുറ്റത്തിറങ്ങി ആകാശത്തേക്ക് നോക്കി നീ എന്തിനാണ് അമ്പിളിയമ്മാവ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചുകൊണ്ട് അമ്പിളിയമ്മാവനോട് അടി ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഞാനൊക്കെ എന്തൊരു പരാജയമായിരുന്നു. അനിയനാണെങ്കിൽ ചേട്ടനെ കാണാതെ ഇരിക്കപ്പുറത്തേ ഇല്ല, കൊല്ലാൻ വിളിക്കുവാണ് പ്രാന്തൻ. ഞാൻ മാത്രമല്ല, എന്റെ കൂടെ ഒരാളും കൂടെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ അത് ആരാന്ന് അപ്പുറത്ത് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നിന്റെ അളിയനെ കൊണ്ടാണ് ഞാൻ വരുന്നതെന്ന്. ഇത് കേട്ടത് ഒരുത്തനൊരു ബ്രേക്ക് പിടുത്തമുണ്ട്. ഞാൻ വിചാരിച്ചു പീനട്ടും വാൾനട്ടും എല്ലാം കൂടെ ചില്ലും പൊളിച്ച് അപ്പുറത്തെ പഞ്ചായത്തിൽ പോയി കിടന്നേനെന്ന്. ഇനി ഇവിടെ കുറച്ച് ഇംപ്രഷൻ മെത്തേഡ്സ് ആണ് പറഞ്ഞു കൊടുക്കുന്നത്. അതാണ് നമ്മളിവിടെ കാണാൻ പോകുന്നത്. കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. പേടിക്കണ്ട ആശാനെ, ഇതിന് സ്റ്റാൻഡേർഡുള്ള ആശാന്റെ മകന് ജന്മത്ത് കിട്ടത്തില്ല. തുടക്കത്തിലെ പന്തികേട് പണിതത് കൊണ്ടാവണം ഫോണിലെ ക്യാമറ എല്ലാം ഓണാക്കിയിട്ട് വെക്കുന്നുണ്ട്. അത് ഫ്രണ്ട് ക്യാമറയാണോ ബാക്ക് ക്യാമറയാണോ ഓണാക്കിയെന്ന് എനിക്ക് മനസ്സിലായില്ല. ഫോൺ വെക്കുമ്പോൾ എന്തായാലും ബ്ലാങ്ക് ആയിട്ട് ഉണ്ടായിരുന്നേ. എന്തെങ്കിലും ആവട്ടെ. പൊന്നു മോനെ നോക്കി വെള്ളം ഇറക്കുന്നൊക്കെ കൊള്ളാം, പക്ഷെ ഒരു മയത്തിൽ വേണം. പല്ല് എല്ലാം വേർതിരിച്ചു തരും. അങ്ങനത്തെ ഒരു സാധനമാണത്. മോനെ, നിന്നെ മൂടാനുള്ള കുഴി കുഴിക്കാനുള്ള മൺവെട്ടി നിന്റെ സിസ്റ്ററിനോടെ കയ്യിലോട്ട് കൊടുക്കുവാണ്. അത് നീ ആലോചിക്കുക.
എന്താ എന്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് യാതൊരു ദുരുദ്ദേശവുമില്ല. ഇവന്റെ പവറൊക്കെ കളഞ്ഞൊരു നോർമൽ ആൽഫയാക്കി മാറ്റണം എന്ന് പറയുന്നുണ്ട്. ഇതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത് ആ പുറകിലത്തെ ആ സാധനത്തിനായിട്ട് കുത്തുവാണെങ്കിൽ ഉള്ള ശക്തിയെല്ലാം പോകുന്നു. അതിന്റെ ഇടയ്ക്കൂടെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് പോകുന്നത് ശരിയല്ല കേട്ടാ. അവന് ഒമേഗയിലാന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ. ജീവൻ വേണമെങ്കിൽ കണ്ടം വഴി ഓടിക്കോ, എനിക്ക് അത്ര പറയാനുള്ളൂ. ഒരാൾ അവിടെ ചാവാൻ കിടക്കുമ്പോ വ്ളോഗ് എടുത്ത് കളിക്കുന്നു. ഓ സോറി എവിഡൻസ് ആണല്ലോ അല്ലേ. നടക്കട്ടെ. അവന്റെ ഉള്ളിലെ വടക്കേ മൂലയിലെ തെക്കേ അറ്റത്ത് അവൻ പൂട്ടിയിരുന്ന സൈക്കോനെ പുറത്തിയടിച്ചപ്പോ സമാധാനമായല്ലോ. ഇനി അനുഭവിച്ചോ? നിന്നെ ആർക്ക് വേണം? വലിഞ്ഞു കയറി വന്നേക്കുന്ന അങ്ങോട്ട് എന്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ തുപ്പു. അവന്റെ തൊലിങ്ങി ഒരു മോന്തയും വെച്ചോണ്ട് നിന്റെ മോത്ത് ആര് നോക്കൂടാ? പെമ്പിള്ളാരെങ്ങനെ നോക്കുവോ? പൂത്തുലയുന്നുണ്ട്. ഇനി നടക്കാൻ പോകുന്നത് ചരിത്രം. തോക്കും തപ്പി പിടിച്ചോണ്ടങ്ങ് ചെല്ല്. അവനിപ്പോ കയ്യും പൊക്കി മുട്ടും കുത്തി അങ്ങ് നിൽക്കും. അവനുള്ള കുഴി അവൻ തന്നെ തോണ്ടിയതാണ്. അതുകൊണ്ട് അവനൊരു ആദരാത്തിന് നേരാൻ മാത്രമേ എന്നെ കൊണ്ട് സാധിക്കൂ. അപ്പൊ ഞാൻ നേരെ തിരിച്ച് അടുത്ത കപ്പിളിലേക്ക് പോവാണ്. ഇങ്ങോട്ട് വരുമ്പോൾ എനിക്കിവിടെ ചോദിക്കാനുള്ളത് ഇതിന്റെ ഡയറക്ടറിനോടാണ്. എന്താണ് താങ്കളുടെ ഉദ്ദേശം? കഴിഞ്ഞ എപ്പിസോഡിൽ 3 മിനിറ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഞാൻ പരാതി പറച്ചിലായിരുന്നു. അതിന്റെ പരാതി തീർക്കാൻ വേണ്ടിയാണോ ഈ എപ്പിസോഡിൽ ഒരു 2 മിനിറ്റ് പോലും കൊടുത്തിട്ടില്ല? ഈ പുള്ളി ഈ പെട്ടിയും തൂക്കി പിടിച്ച് നടക്കുന്നത് ഉൾപ്പെടെ ഈ എപ്പിസോഡിൽ ഇവർക്ക് ഒരു 2 മിനിറ്റേ ഉള്ളൂ. മാമനോടൊന്നും തോന്നല്ലേ? എന്റെ മോനെ മുഖത്തൊരു വിമ്മിഷ്ടം. സെക്രട്ടറി ഇല്ലാതെ പറ്റുന്നില്ല, കുറച്ച് വിമ്മിഷ്ടപ്പെട്. എനിക്ക് യാതൊരു വിധത്തിലുള്ള സഹതാപവും ഇല്ലാത്ത ഒരേ ഒരു വ്യക്തിയാണ് താങ്കൾ. ഇനി എവിടെങ്ങാണ്ട് കിടക്കുന്ന ചെക്കനോട് ആ ഫയലൊക്കെ എവിടെ ഇരിക്കുന്നു ചോദിക്കേ. ചൊറിഞ്ഞില്ലെങ്കിൽ സമാധാനം കിട്ടൂല അല്ലേ? ഇതേ ആ കഴുത്തിന് പുറകിൽ ഒട്ടിച്ചേക്കുന്ന ഒരു ബാൻഡേജ് ഉണ്ടല്ലോ, എല്ലാവരുടെയും അവിടെ ഒട്ടിക്കുന്നെങ്കിൽ താങ്കളുടെ ഒട്ടിക്കേണ്ട സ്ഥലം വേറെയാണ്. അതാ വായിൽ ഒട്ടിച്ചിരുന്നെങ്കിൽ ഇപ്പൊ ആ ചെറുക്കം മര്യാദയ്ക്ക് ആ ഓഫീസിൽ നിന്നേനെ. മൂട്ടില് തീയിട്ട പ്രതീതിയല്ലേ, ഇരുന്നിട്ടൊരു സമാധാനം കിട്ടുന്നില്ല അല്ലേ? എന്നാ ഒരു കാര്യമാക്ക്, ഫോട്ടോ മാത്രം ആക്കണ്ട, ആ ജാതകം കൂടി ഇങ്ങ് അയച്ചു തരാൻ പറ. എന്നിട്ട് ഇയാൾ ആടെ ഇരുന്നിട്ട് കബഡി നിരത്ത്, എന്നിട്ട് നല്ലൊരു തീയതിയും കൂടെ അങ്ങ് നിശ്ചയിച്ചങ്ങ് കൊടുക്കുക. അപ്പൊ പിന്നെ പൂർത്തിയായിക്കോളും. അല്ല, എന്റെ ഇപ്പോഴത്തെ സംശയം, ഇനി ആകെ 2 എപ്പിസോഡും കൂടെ ഉള്ളൂ. ഇവര് ആമ ഇഴയുന്ന പോലെ ഇത് ഇഴഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവർക്ക് ഹാപ്പി എൻഡിങ് കിട്ടൂലേ? അങ്ങനെയാണ് ഡയറക്ടറിന്റെ പ്ലാനെങ്കിൽ ഞാൻ ചൈനയിലേക്ക് ഒരു ടിക്കറ്റും കൂടി എടുക്കും എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. പോയി വരട്ടെ മക്കളെ, 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ.